രാഷ്ട്രപതി ആദ്യമായി സന്നിധാനത്തെത്തുകയാണ്. കന്നിമലയായി, കന്നി മാളികപ്പുറമായി ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ശബരിമലയ്ക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ശബരിമല എന്തൊക്കെയാണ് രാഷ്ട്രപതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നതാണ് സുഖകരമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരി റെയിലായാലും ശബരി വിമാനത്താവളമായാലും അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാർ. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൂടിയുള്ള ഒരു പിന്തുണ ആവശ്യമാണ്. ആ ഒരു പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു സഹായം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു നിവേദനം രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ശബരിമലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ മാസ്റ്റർ പ്ലാനൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ശബരിമലയിലെ വനഭൂമി ഒരു പ്രശ്നം നമുക്കുണ്ട്. ഇതെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിനടുത്ത് നമുക്ക് സമർപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് മറ്റ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അത്തരം കാര്യങ്ങൾ ഗൗരവമായി മുന്നിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ശബരിമല കാടിന് നടുവിൽ ചെറിയൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വനഭൂമി വിട്ടുകിട്ടേണ്ടതുണ്ട്. അതിനൊക്കെ പ്രധാന തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര വനനിയമമാണ്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വനഭൂമി കിട്ടുന്നതിന് കേന്ദ്ര വനനിയമത്തിലടക്കം ചെറിയ രീതിയിലുള്ള ഇളവ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിനടക്കമുള്ള നിവേദനങ്ങൾ രാഷ്ട്രപതിക്ക് നൽകാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് നൽകുന്ന നിവേദനം രാഷ്ട്രപതി ഭവൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മാത്രമല്ല, കേന്ദ്ര പിൽഗ്രിം ഫണ്ട് കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശബരിമലയുടെ വികസനത്തിന് കൂടുതൽ സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പങ്കുവെക്കുന്നു. സന്നിധാനത്ത് നിന്ന് വി എസ് വിജുവിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.